ബാക്ക് ടു ആക്ട്സ് ഓണസ്റ്റ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൂയസ് ക്രൈസിസിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. സൂയസ് ക്രൈസിസ് അല്ല, പോളണ്ടിൻ്റെ സോവിയറ്റൈസേഷനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് 46th ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിന് തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. 46th തന്നെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഹൗ ഡിഡ് ദി സൂയസ് ക്രൈസിസ് ഓഫ് 1956 സ്റ്റീം ഫ്രം ദി സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ദി സൂയസ് കനാൽ. ഈ സൂയസ് കനാലിൻ്റെ ഒരു എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് അതെങ്ങനെ സൂയസ് ക്രൈസിസിലോട്ട് നയിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. രണ്ടും ഒരേ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ദി സൂയസ് ക്രൈസിസ് ഓഫ് 1956 വാസ് കോസ്ഡ് ബൈ ദി സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ദി സൂയസ് കനാൽ ഇൻ ഫ്യൂ സിമ്പിൾ വേസ്. ദി സൂയസ് കനാൽ വാസ് ബിൽറ്റ് ഇൻ മിഡ് 19th century. എന്നാണ് 19th centuryൻ്റെ പകുതിയിലാണ് എന്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സൂയസ് കനാൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എവിടെയാണുള്ളത്, ഈജിപ്തിലാണ്. എവിടെയാണ് സൂയസ് കനാൽ സിറ്റുവേറ്റഡ് ഇൻ ഈജിപ്ത്. ഈജിപ്തിലാണ് സൂയസ് കനാൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സൂയസ് കനാൽ എന്ന് പറയുന്നത് അവിടെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ആയിരുന്നു. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അവരുടെ ട്രേഡ് കാര്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൂയസ് കനാൽ വഴിയിട്ടുമായിരുന്നു. കൂടാതെ അതിൽ നിന്ന് മാക്സിമം വെൽത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രൂ ട്രേഡ് ബൈ ദി സൂയസ് കനാൽ. സൂയസ് കനാൽ വഴിയുള്ള ട്രേഡിൽ മാക്സിമം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രാൻസിനും അതുപോലെ തന്നെ ബ്രിട്ടനും സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അവർ ഇതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ 1956 ഈജിപ്ത് എന്ത് ഡിസൈഡ് ചെയ്തു, ഈ ഒരു സൂയസ് കനാൽ നാഷണലൈസ് ചെയ്യാം. നാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസിനും അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ടിനും എന്ത് ചെയ്യാൻ പറ്റുമോ, അത് ബ്രിട്ടനും അത് ആ വഴി പിന്നീട് ട്രേഡ് നടത്താൻ പറ്റുമോ, ഇല്ല. സോ ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ട്രേഡിനെയും അവരുടെ അക്യുമുലേഷൻ ഓഫ് വെൽത്തിനെയും സാരമായി ബാധിച്ചു. സോ ദിസ് ആക്ഷൻ threatened the interest of Britain and France. ബ്രിട്ടനെയും ഫ്രാൻസിനും ഇത് ത്രെട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് കോസ്ഡ് ദ ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ഇസ്രായേൽ ലോഞ്ച്ഡ് ദ പ്ലാൻഡ് മിലിറ്ററി അറ്റാക്ക് അഗെയിൻസ്റ്റ് ഈജിപ്ത്. അതായത് ഫ്രാൻസിനും ദിസ് കോസ്ഡ് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ഇസ്രായേൽ ലോഞ്ച്ഡ് എ പ്ലാൻഡ് മിലിറ്ററി അഗെയിൻസ്റ്റ് ഈജിപ്ത്. ഒരു ഈജിപ്തിനെതിരെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി അറ്റാക്ക് ആര് പ്ലാൻ ചെയ്യാണ്, ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ലോഞ്ച് ചെയ്യാണ്. അതാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ സൂയസ് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂയസ് ക്രൈസിസ് 1956 അത് ഈ ഒരു സൂയസ് കനാൽ എന്ന് പറയുന്നത് ഈജിപ്തിലാണ് എന്ന് നിങ്ങൾ മറക്കരുത്. മിഡ് 19th century ഇത് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ 1956 ഇത് ഈജിപ്ത് എന്ത് ചെയ്യുന്നു, ഇത് നാഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും അതുവഴി ഇവർക്ക് എന്ത് ചെയ്യാണ്, ഇവരുടെ ഈ ഒരു ട്രേഡ് ബ്രിട്ടനും ഫ്രാൻസും ഏത് വഴിയാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൂയസ് കനാൽ വഴി മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അവരുടെ ട്രേഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നഷ്ടപ്പെടുന്ന അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൂയസ് കനാൽ ക്രൈസിസ് എന്ന് പറയുന്നത്. അത് എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ളതായിരുന്നു ഏതെന്ന് പറയുന്നത്, സൂയസ് കനാൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 46th ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി കോസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്, ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്, പക്ഷെ അത്രയും ടൈം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഇംപീരിയലിസം ആൻഡ് എക്കണോമിക് കോമ്പറ്റീഷൻ. ഇംപീരിയലിസം ആൻഡ് എക്കണോമിക് കോമ്പറ്റീഷൻ. ഇതിൽ നമുക്ക് ഈ ഫസ്റ്റ് വേൾഡ് വാർ ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇതിൽ 2 ടീമാണുള്ളത്. അതായത് 2 ടീം എന്നുള്ളത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, 2 ഭാഗങ്ങൾ തമ്മിലാണ് എന്തുണ്ടാകുന്നത് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് ഉണ്ടായിരുന്നത്. അത് നമ്മൾ 2 സഖ്യങ്ങളായിട്ടാണ്, ട്രിപ്പിൾ എൻറ്റിറ്റിയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ലോക്ക അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. സോ
ഇമ്പീരിയലിസം ആൻഡ് എക്കണോമിക് കോമ്പറ്റീഷൻസ്. ഈ ഒരു സമയത്ത് എന്തുണ്ടായിരുന്നു? ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള കോഴ്സ് ആയിരുന്നു. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കോഴ്സാണോ? അല്ല. ഇതെന്താണ്? കോളനികൾക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ പവേഴ്സ് തമ്മിൽ അവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു. യൂറോപ്യൻ പവേഴ്സ് തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. നമുക്കറിയാം 1914 മുതൽ 1918 വരെയാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? കൺട്രോൾ ഓവർ റിസോഴ്സ് എക്സ്പ്ലെയിൻ ദെയർ 1914 these nations wanted to increase their control over resources and expand their spheres of influence after often competing with each other to divide up the world. The rivalries and conflict among these imperial countries were the underlying cause of the war. So ഈ ഇമ്പീരിയലിസം ആൻഡ് എക്കണോമിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് റൈവലറി ആണ് നമ്മുടെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഇമ്പീരിയലിസ്റ്റ് റൈവലറി ആണ്. രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം നാഷണലിസം അല്ലെങ്കിൽ മിലിറ്ററിസം അഗ്രസീവ് നാഷണലിസം എന്നുള്ളതാണ്. മൂന്നാമത്തെ കോഴ്സ് നമുക്ക് പറയുന്നത് ഫോർമേഷൻ ഓഫ് അലയൻസ് ഉണ്ട്. കൂടാതെ ഇതെന്താണ്? ഒരു നാലാമത്തെ കോഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത് നാലാമത്തേതായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇമ്പീരിയലിസം ആൻഡ് ഇമ്പീരിയലിസ്റ്റ് റൈവലറി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് ബ്രിട്ടന് കോളനികൾ ഉണ്ടായിരുന്നു. ഇന്ത്യ, ആഫ്രിക്ക പോലെയുള്ള ഒരുപാട് കോളനികൾ ബ്രിട്ടന് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രാൻസിന് എന്തുണ്ടായിരുന്നു? ഇന്ത്യൻ്റെ ഭാഗമായിട്ട് കുറച്ച് കോളനികൾ ഉണ്ടായിരുന്നു. പിന്നെ സ്പെയിനിന് കോളനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോളനികൾക്ക് വേണ്ടിയുള്ള മത്സരം നടക്കുന്നുണ്ട്. ഓൾറെഡി കോളനികളുള്ള രാജ്യങ്ങളാണ് ഏത്? ബ്രിട്ടന്, ഫ്രാൻസ്, സ്പെയിൻ എന്നൊക്കെ പറയുന്നത്. ആ ഒരു സമയത്തേക്കാണ് ആര് കടന്നു വരുന്നത്? ജർമ്മനി കടന്നു വരുന്നത്. ജർമ്മനി എന്ത് ചെയ്യുന്നു? കോളനികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു പുതിയ ആൾ മത്സരത്തിലോട്ട് കടന്നു വരുമ്പോൾ ആർക്ക് ഇഷ്ടപ്പെടുമോ? നേരത്തെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്യാണ്? ഇവർക്ക് എതിരായി മാറാണ്, ജർമ്മനിക്ക് എതിരായി മാറാണ്. ഇതാണ് ഇമ്പീരിയലിസ്റ്റ് റൈവലറി, കോളനികൾക്ക് വേണ്ടിയുള്ള കിടമത്സരം എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് എക്സ്ട്രീം നാഷണലിസം ആണ് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മിലിറ്ററിസം അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസം എന്നൊക്കെ പറയും. അതായത് നാഷണലിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം നാഷണലിസം അതൊരു എക്സ്ട്രീം ആവുന്നതാണ്. ഒരു നമ്മൾ എന്താന്ന് പറയുക, അതൊരു എക്സ്ട്രീം രീതിയിലെത്തുകയാണ് നാഷണലിസം എന്ന്. നമ്മുടെ രാജ്യം എന്ത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അതാണ് സെറ്റപ്പ് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത്. സോ ബിഗ് പവേഴ്സ് engaged in an unprecedented arms race, building massive armies and navies. ഇവരെന്താണ്? മാസമായിട്ടുള്ള ആർമിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് ഒരു പ്രശ്നത്തിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത് എക്സ്ട്രീം നാഷണലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് ഫോർത്ത് കോഴ്സായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. തേർഡ് കോഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫോർമേഷൻ ഓഫ് അലയൻസ് ആണ്. ഫോർമേഷൻ ഓഫ് അലയൻസ് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ കോഴ്സസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫോർമേഷൻ ഓഫ് അലയൻസ് ആണ് നമുക്ക് തേർഡ് കോഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഫോർമേഷൻ ഓഫ് അലയൻസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് ഭാഗങ്ങളായിട്ട്, രണ്ട് എൻറ്റിറ്റികളായിട്ട് വരികയാണ്. ട്രിപ്പിൾ എൻറ്റിറ്റി എന്നുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ രണ്ട് സഖ്യങ്ങൾ എന്ത് ചെയ്യാണ്? ഇവിടെ വരികയാണ്. അതിൽ രണ്ട് സഖ്യങ്ങളിൽ നമുക്ക് പറയാനുള്ളത്, ഒരു സഖ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസ്, അതുപോലെ തന്നെ ബ്രിട്ടന്, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടന് ഇവരൊക്കെ എന്താണ്? ഒരേ ഇതാണ്. കൂടാതെ ഇവർക്ക് സെർബിയ ഉണ്ട്, ഇവരുടെ കൂടെ സെർബിയ, അതുപോലെ റഷ്യ, ഇവരൊക്കെ എന്താണ്? ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫ്രാൻസ്, ബ്രിട്ടന്, സെർബിയ, റഷ്യ എന്നൊക്കെ പറയുന്നത് ഒരു ടീമാണ്. പിന്നെ അപ്പോൾ വേറൊരു ടീമും കൂടി ഉണ്ടാകുമ്പോഴല്ലേ ഒരു യുദ്ധം ഉണ്ടാവുള്ളൂ. അപ്പം മറ്റേ ടീം എന്ന് പറയുന്നത് ജർമ്മനിയാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് ജർമ്മനി, അതുപോലെ തന്നെ ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ആരാണ്? ഓസ്ട്രിയ, ഹംഗറി എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് അലയൻസ് എന്ന് പറയുന്നത് രണ്ട് അലയൻസുകൾ ഫോം ചെയ്യുകയാണ്. അതിലൊന്നാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസ്, അതുകൂടാതെ ബ്രിട്ടന്, പിന്നെ കൂടാതെ നമ്മുടെ റഷ്യ, സെർബിയ എന്ന് പറയുന്ന ഒരു ടീം. രണ്ടാമത്തെ ടീമാണ് ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി എന്ന് പറയുന്ന ഒരു ടീം. ഇവരിങ്ങനെ ടീം ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്
പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഒരു രാജ്യത്തിനെ ഒരു രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അലയൻസിലുള്ള മറ്റ് രാജ്യങ്ങളും കൂടി യുദ്ധത്തിൽ പങ്കെടുക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു അലയൻസ് കൊണ്ടുള്ള ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇതിലുള്ള ഒരു കോസ് എന്ന് പറയുന്നതാണ് ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രിഗർ വന്നിട്ടുള്ളത്. അതിൽ ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ രാജാവായിരുന്നു. ആരാണ്? ഓസ്ട്രിയ ഹംഗറി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ രാജാവായിരുന്നു, കിങ് ആയിരുന്നു. ആര് എന്ന് പറയുന്നത്? നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബോസ്നിയയിൽ എന്ത് ചെയ്യാണ്, ഒരു വിസിറ്റിന് വരികയാണ്. ബോസ്നിയൻ്റെ തലസ്ഥാനമായിട്ടുള്ള സെരജാവോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ഈ സമയത്ത് സെർബിയ എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രീം നാഷണലിസം ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. സെർബിയൻ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഗാബ്രിലോ പ്രിൻസപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും എന്ത് ചെയ്യുന്നു, വധിക്കുന്നു. ഇതെന്തിനു കാരണമായി? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോസായി മാറി. ഓസ്ട്രിയ ഹംഗറി വെറുതെ ഇരിക്കോ? അവരുടെ രാജാവിനെ കൊന്നു കഴിഞ്ഞാൽ, അവരുടെ കിങ്ങിനെ കൊന്നു കഴിഞ്ഞാൽ ഓസ്ട്രിയ ഹംഗറി വെറുതെ ഇരിക്കോ? ഇല്ല. അപ്പോൾ ഓസ്ട്രിയ ഹംഗറി എന്ത് ചെയ്തു, സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സെർബിയ ആരുടെ ഭാഗത്താണ്? ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റഷ്യ, ഇവരുടെ ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. അപ്പോൾ ഇവരെന്താണ്, സെർബിയക്ക് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സെർബിയൻ്റെ ടീമായിട്ടുള്ള ആളുകൾ വെറുതെ ഇരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു, സെർബിയയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യുദ്ധത്തിലോട്ട് വരുന്നു. ഓസ്ട്രിയ ഹംഗറി ഓൾറെഡി യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ഓസ്ട്രിയ ഹംഗറിൻ്റെ ഗ്യാങ്സിലുള്ള ടീമിലുള്ള ആൾക്കാരായിട്ടുള്ള നാഷൻസ് വെറുതെ ഇരിക്കോ? ഇല്ല. അപ്പോൾ അവരും യുദ്ധത്തിലോട്ട് വരികയാണ്. അതാരൊക്കെയായിരുന്നു? ജർമ്മനിയും അതുപോലെ തന്നെ ഇറ്റലിയും. അങ്ങനെ ഈ നാഷൻസ് ഒക്കെ തമ്മിൽ എന്തായി, യുദ്ധം തുടങ്ങി. അതാണ് എന്ത് എന്ന് പറയുന്നത്, ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ കോസസ് പറയാനുള്ളത്. ഈ ഒരു കോസസ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഫസ്റ്റ് വേൾഡ് വാറും അതിൻ്റെ കോസസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് സെക്കൻഡ് വേൾഡ് വാറും അതിൻ്റെ കോസസും. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസസ് നമ്മൾ ചുരുക്കി പറയാണ്, ഇമ്പീരിയലിസ്റ്റ് റൈവൽറി, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം നാഷണലിസം, മൂന്നാമത്തത് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് അലയൻസ്, നാലാമത്തത് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കോസ്, ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡിനെ അല്ലെങ്കിൽ അസാസിനേറ്റ് ചെയ്തത്, അതാണ് ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്. ഇതാണ് എന്തിലോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിലോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് പറയാനുള്ളത്, കോസസിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയുണ്ട്, ഒരുപാട് ആളുകളുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് പേർക്ക് ജീവൻ വെടിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഏഷ്യ, ആഫ്രിക്ക, അതുപോലെയുള്ള നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ കോളനികളിലൊക്കെ ഫ്രീഡം മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് എപ്പിഡമിക്സും കാര്യങ്ങളൊക്കെ, പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. യൂറോപ്യൻ ഡോമിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വന്നു. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ജർമ്മനി തോറ്റത് കാരണമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ടീമായിട്ടുള്ള ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി ഇവരുടെ ടീമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് വേൾഡ് വാറിൽ തോറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജർമ്മനി ആയിരുന്നു ഇതിൽ മെയിൻ. തുടങ്ങി വെക്കുന്നത് ഓസ്ട്രിയ ഹംഗറി ആണെങ്കിലും ജർമ്മനി ആയിരുന്നു ഇതിൽ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മനിക്കെതിരെയുള്ളതായിരുന്നു ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് എന്ന് പറയുന്നത്. ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ജർമ്മനിയിൽ എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എന്തിലോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് വേൾഡ് വാറിലോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കോസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, ലിമിറ്റേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. Explain the similarities in the teachings of Bhakti Saint in North India. നോർത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഭക്തി സയൻസിൻ്റെ സിമിലാരിറ്റീസിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? കംപ്ലീറ്റ് ഡിവോഷൻ ടു ഗോഡ് അല്ലെങ്കിൽ പ്യുവർ ലവ് ടു ഗോഡ് എന്നാണ് നമുക്ക് എന്ന് പറയാൻ പറ്റുക. ഒരു ഭക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുന്നത് ആരാധനയാണ് വരുന്നത്. സോ ഈ ഭക്തി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലാണെങ്കിലും പിന്നീട് അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു ഫോമിൽ നോർത്ത് ഇന്ത്യയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആൾവാസും നയനാസും ആയിരുന്നു, വൈഷ്ണവാസും അതുപോലെ തന്നെ എന്തായിരുന്നു, വിഷ്ണുസും ആൾവാസും നയനാസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ
നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഇത് 2 ഫോംസിലാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 2 ഫോംസ് ഓഫ് ഭക്തിയാണ് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. ഒന്ന് നിർഗുണ ഭക്തിയും ഒന്ന് സഗുണ ഭക്തിയും. നിർഗുണ ഭക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഫോംലെസ് ആയിട്ടുള്ള ഡിവോഷനാണ്. ദൈവത്തിന് എന്ത് വേണ്ട, രൂപമില്ല, ഫോമില്ല, ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവത്തിനോടുള്ള നമ്മളെ സ്നേഹം ഒരു ഐഡൽ വേർഷിപ്പിലൂടെ അല്ല കാണിക്കേണ്ടത് എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്, നിർഗുണ ഭക്തിയിൽ പറയുന്നത്. സോ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ നിർഗുണ ഭക്തി അല്ലെങ്കിൽ മോണോതീസ്റ്റിക് ഭക്തി എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു ഭക്തി എന്ന് പറയുന്നത് വൈഷ്ണവ ഭക്തിയാണ്. അതാണ് സഗുണ ഭക്തി എന്ന് പറയുന്നത്. അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നത് ഗോഡിന് ഒരു രൂപം, ഐഡൽ വേർഷിപ്പ് പോലെ, ഐഡൽ വേർഷിപ്പ് രീതിയിലായിരുന്നു സഗുണ ഭക്തി പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇവരുടെ ഭക്തി സെയിൻസ് ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ മോണോതീസ്റ്റിക് ഭക്തിയുണ്ട്, വൈഷ്ണവ ഭക്തിയുണ്ട്. മോണോതീസ്റ്റിക് ഭക്തി എന്ന നിർഗുണ ഭക്തിയാണ്, ഫോംലെസ് ഗോഡാണ്. എന്താണ്? ഫോംലെസ് ഗോഡാണ്. സഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ ഫോംഫുൾ ഗോഡാണ്. ഫോംഫുൾ, ദൈവത്തിന് എന്തുണ്ട്, രൂപമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ മോണോതീസ്റ്റിക് ഭക്തിയിലുള്ള ആളുകളായിരുന്നു കബീർ, ഗുരുനാനാക്ക്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആളുകളാണ് കബീറും ഗുരുനാനാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഭക്തി സെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ 2 കൂടാതെ വൈഷ്ണവ ഭക്തിന്റെ ആളുകളായിരുന്നു രാമാനന്ദ, തുളസിദാസ്, ശൂർദാസ്, മീരാബായ്. ഇത്രയും ആളുകളെ നിങ്ങൾ ഓർത്ത് വെക്കണം. മോണോതീസ്റ്റിക് ഭക്തി അതായത് നിർഗുണ ഭക്തിയിലുള്ള ആളായിരുന്നു കബീർ, ഗുരുനാനാക്ക്. വൈഷ്ണവ ഭക്തി അല്ലെങ്കിൽ എന്താണ്, സഗുണ ഭക്തി രാമാനന്ദ, തുളസിദാസ്, മീരാബായി, സൂർദാസ്. ഇത്രയും ആളുകളെ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായി ഓർത്ത് വെക്കണം. ഇതാണ് നോർത്ത് ഇന്ത്യയിലുള്ള ഭക്തി സെയിൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 2 ഭക്തി അല്ലെങ്കിൽ 2 ഭക്തി മൂവ്മെന്റിന്റെയും ഒരു എംഫസൈസ് എന്ന് പറയുന്നത് ഭക്തി അല്ലെങ്കിൽ ഡിവോഷനാണ്. കംപ്ലീറ്റ് ഡിവോഷൻ ടു ഗോഡ് ആണ് 2 പേരുടെയും എയിം എന്ന് പറയുന്നത്. ഇവരുടെ കോർ ഐഡിയ, നമ്മൾ സിമിലാരിറ്റീസ് ആണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത്. കോർ ഐഡിയ എന്ന് പറയുന്നത് ടു അറ്റൈൻ സാൽവേഷൻ. ഇത് 2 മാത്രമാണ് ഇവരുടെ എന്ത് എന്ന് പറയുന്നത്, നമുക്ക് ഇവരുടെ അതായത് ഡിഫറൻസ്. മോണോതീസ്റ്റിക്കും വൈഷ്ണവ നിർഗുണിയും സഗുണിയാണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഇവർക്ക് ഏകദേശം സെയിം ആണ്. സോ കോർ ഐഡിയ എന്ന് പറയുന്നത് അറ്റൈൻ സാൽവേഷൻ അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ്. ദൈവത്തിനെ സ്നേഹിക്കാൻ വേണ്ടി ഒരു മീഡിയേറ്റർ വേണ്ട എന്നുള്ളതാണ് ഭക്തി പറയുന്നത്. അതിലൂടെ എന്ത് ചെയ്യുക, മോക്ഷം ലഭിക്കണം, സാൽവേഷൻ ലഭിക്കണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഭക്തി മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ എങ്ങനെ ആയിരിക്കണം മോക്ഷം ലഭിക്കുന്നത്, സിമ്പിൾ, പ്യുവർ ആൻഡ് ഇൻറ്റൻസ് ഡിവോഷൻ. സിമ്പിൾ ആയിട്ടുള്ളതും പ്യുവർ ആയിട്ടുള്ളതും ഇൻറ്റൻസ് തീവ്രതയേറിയ ഡിവോഷൻ ആയിരിക്കണം, ഭക്തി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതിലൂടെയാണ് സാൽവേഷൻ ലഭിക്കേണ്ടത്, മോക്ഷം കിട്ടേണ്ടത് എന്നാണ് ഇതിൻ്റെ 2ന്റെയും കോർ ഐഡിയാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആൻഡ് ആന്റി കാസ്റ്റിസം. ഇവരെല്ലാവരും സമത്വം, എല്ലാവരും സമരാണ്. ഒരു കാസ്റ്റോ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണ്, എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇക്വാലിറ്റി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ആന്റി കാസ്റ്റിസം, ജാതികൾ ഇല്ല എന്നാണ് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ 2 ഭക്തി മൂവ്മെന്റിലും കൊണ്ടുവന്നിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്സിലുള്ള ആളുകളും സെയിൻസും പറയുന്നത്. റിജക്ഷൻ ഓഫ് റിച്വലിസം. ഒരുപാട് റിച്വൽസ്, അനാചാരങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ടൈമാണ് നോർത്ത് ഇന്ത്യയിലായാലും സൗത്ത് ഇന്ത്യയിലായാലും. അതിനൊക്കെ എതിരായത് നോർത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്സ് ആയാലും സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്, 2ഉം റിച്വലിസത്തിനെതിരും ആന്റി കാസ്റ്റിസത്തിനും ഓപ്പോസ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവരുടെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സാൽവേഷൻ ആണ്, കൂടാതെ കംപ്ലീറ്റ് ഡിവോഷൻ ടു ഗോഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏകദേശം എല്ലാവരും എന്താണ്, സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് യൂസ് ഓഫ് വെർനാക്കുലർ ലാംഗ്വേജ്. ഇവർ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു, വെർനാക്കുലർ ലാംഗ്വേജ് ആയിരുന്നു. വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രാദേശിക ഭാഷകളായിരുന്നു. നമ്മുടെ ഏറ്റവും ആളുകൾക്ക് അറിയുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ അടുത്തേക്ക് ഇവരുടെ ഐഡിയാസ് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവർ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ അവെയർ ചെയ്യിപ്പിക്കുക, ആ കോമൺ പീപ്പിളിനെ അവെയർ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, വെർനാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കണം, കോമൺ പീപ്പിൾസിന് അറിയുന്ന ഭാഷകൾ ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വെർനാക്കുലർ ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
ഹിന്ദിയിലൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുവഴി ഇവരെന്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഭക്തി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിവോഷൻ ടു ഗോഡ് ആണ്, അല്ലെങ്കിൽ സാൽവേഷൻ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. മോണോതീസ്റ്റ് ഭക്തിയുണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് വൈഷ്ണവ ഭക്തിയുണ്ട്, നിർഗുണ സഗുണ. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ആളുകളെ മറക്കരുത്. കബീർ, നാനാക്ക് നിർഗുണ ഭക്തി, സഗുണ ഭക്തിയിൽ രാമാനന്ദ, തുളസിദാസ്, സൂർദാസ്, മീരാബായ്, ഇത്രയും ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇതാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഒരു 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ 3 ക്വസ്റ്റ്യൻസും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റുള്ള ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.